ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സെഡേഷൻ വിട്ട ഉടനെ ടാബ്ലറ്റ് കൊടുത്തേക്ക്. ഓക്കേ ഡോക്ടർ. സെഡേഷൻ മാറിയല്ലോ. ഋതിക, എവരിത്തിങ് ഓക്കെ? ഓക്കെ ഡോക്ടർ, ക്ഷീണമുണ്ടെന്നേ ഉള്ളൂ. അത് പതുക്കെ മാറിക്കോളും. റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഓക്കെ ഡോക്ടർ. ഋതിക നോർമൽ ആയിട്ടുണ്ട്, അകത്ത് കയറി കാണാം. ശരി, താങ്ക്സ്. രാജു, അല്ല അച്ഛൻ എങ്ങനെയുണ്ട് രാജു? വർമ്മ സാർ ഓക്കെയാ? രാജു, എനിക്ക് അച്ഛനെ ഇപ്പൊ കാണണം. ഇപ്പൊ കാണാനൊന്നും പറ്റില്ല. സാറിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറിയൊരു സർജറി വേണം. അതിപ്പം നടന്നുകൊണ്ടിരിക്കുക. സർജറിയോ? ഋതു ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയൊരു സർജറി അത്യാവശ്യമായിട്ട് വന്നു. അതാ, വെറുതെ വിഷമിച്ച് വല്ല അസുഖമൊന്നും ഉണ്ടാക്കരുതേ. അതിന് തക്കതായ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ അമ്മയെ വിളിച്ചു തരാം. അമ്മയോട് സംസാരിക്കുക. മോനെ. അല്ല അമ്മേ, വർമ്മ സാറിന് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞ് ഋതു ഇവിടെ കിടന്ന് ഭയങ്കര കരച്ചില്ല. ഞാൻ അവൾക്ക് ഫോൺ കൊടുക്കവേ. സംസാരിക്ക. ഹലോ അമ്മേ. മോളെ. അമ്മേ, അച്ഛൻ. മോളെ കരയല്ലേ. മോളുടെ അച്ഛന് ഒരു കുഴപ്പമില്ലാതെ ഓപ്പറേഷൻ കഴിയും. കരയുന്ന സമയത്ത് മോള് അച്ഛന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം നിന്റെ അച്ഛനെ കാത്തോളും. ശരി അമ്മ. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ വർമ്മ സാറ്. സാറിനൊന്നും വരില്ല. ഋതു വിഷമിക്കില്ലേ? കടലിലോ പുഴയിലോ കൊണ്ടുപോയി നിബഞ്ജനം ചെയ്യാൻ അവന്റെ ചാരം പോലും ബാക്കി വെക്കരുതെന്ന അങ്ങള് മോനോട് പറഞ്ഞത്. എന്നിട്ടിപ്പോ എന്തായി മോനെ? വിചാരിച്ച പോലെ പറ്റിയില്ല അങ്ങളെ. എന്റെ പണി പാളിയൊന്നുമല്ല. കാൽക്കുലേഷൻ ഒക്കെ കറക്റ്റ് ആയിരുന്നു. ആ സമയത്ത് നാശം പിടിക്കാനായിട്ട് അവൻ ജീവിച്ചിരിക്കുന്നത് നമുക്ക് ആപത്താ മോനെ. അറിയാം അങ്ങളെ, എന്ത് ചെയ്യാൻ പറ്റും?